അടയ്ക്കുന്ന കുട്ടികൾ മാതാപിതാക്കൾ ഇത് നിങ്ങൾക്ക് തോന്നിയ കൃത്യമായ അഭിപ്രായം മാക്സിമം പ്രോത്സാഹിപ്പിക്കുക സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ രണ്ടും ഈ ടീമും എല്ലാം ഒരു 1-2 വർഷത്തെ എഫർട്ടുണ്ട് അതിൻ്റെ ഒരു റിസൾട്ടാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക പബ്ലിസിറ്റിയാണ് ഇങ്ങനെ ഒരു സിനിമ വന്നോ എന്നെനിക്കറിയില്ല, അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങളുടെയും കൂടെ ഒരു ആവശ്യമായിട്ട് കണ്ടു. കാരണം സമൂഹത്തിൽ ഏറ്റവും വലിയൊരു വിപത്താണ് നമ്മൾ ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. അതൊരു പരിധിവരെ സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ഇത് സാധാരണ ഒരു സിനിമയുടെ റിവ്യൂ പോലെ കണ്ടിട്ട് അങ്ങനെയല്ലാതെ ഇത് നമ്മുടെ ഒരു സിനിമയായിട്ട് കണ്ട് നാടിൻ്റെ ഒരു വിഷയം നമ്മൾ ഇത്ര മനോഹരം അത് എടുക്കാനുള്ളൊരു ചങ്കുറ്റം ഞങ്ങൾ കാണിച്ചു. ആ ചങ്കുറ്റത്തെ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾ ഒന്നടങ്കം ഈ സിനിമയെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. സത്യസന്ധമായ കാര്യം മാത്രം പറഞ്ഞാൽ അതായിരിക്കും നമ്മുടെ വിജയം. നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും കണ്ടപോലെ ഒരുപാട് കഷ്ടപ്പെട്ട് വളരെയധികം ഇഷ്ടപ്പെട്ട് ഏറെ പ്രതീക്ഷയോടെ ചെയ്തൊരു സിനിമയാണ്. എല്ലാവരും പ്രേക്ഷകരത് ഇത് കഴിഞ്ഞിട്ട് സ്വീകരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടിപൊളി നല്ല സിനിമയാണ്. അടിപൊളി സിനിമ. ഇപ്പോഴത്തെ ആവശ്യമാണത്, കാര്യമാണ്. മോനെ നല്ല അഭിപ്രായം എല്ലാവർക്കും. ചേട്ടാ സിനിമ അടിപൊളി. പിന്നെ അവരുടേതായിട്ടുള്ള ഒരു യൂത്തിൻ്റെ ഇനി വരുന്ന തലമുറകൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്ന ഒരു മന്ത്രി ഇങ്ങനെ ഇതാക്കണം എന്നുള്ളതൊക്കെ ഇതിൽ നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. എന്തായാലും സൂപ്പർ മൂവി, അടിപൊളി, സൂപ്പർ. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. സ്റ്റെഫോള് ആക്ടറും ആക്ട്രസും എല്ലാം സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഡയറക്ടറൊന്നും എനിക്ക് ഇഷ്ടപ്പെടായിരിക്കും. എല്ലാവരും പറഞ്ഞ് കുറച്ച് നമ്മുടെ ക്രൂ ഒക്കെ തന്നെയാണ്. എന്നാലും എല്ലാവരും കൈ നമുക്ക് മനഃപൂർവ്വം അടുപ്പിക്കാം, പക്ഷെ മനഃപൂർവ്വം കരയിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും കണ്ണ് നിറഞ്ഞിരിക്കണതൊക്കെ നമുക്ക് ഭയങ്കര മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ബാക്കി കൂടുതൽ പ്രേക്ഷകർ വന്ന് കണ്ടിട്ട് പറയട്ടെ. താങ്ക് യു. ഇതിൻ്റെ കൃത്യമായ ഉത്തരം ഞാനല്ല പറയേണ്ടത്, പക്ഷെ ഞാൻ എൻ്റെ ഫീലിംഗ് എല്ലാവരും പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഭയങ്കര വളരെ പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടുന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കാരണം പലരും കണ്ടിറങ്ങുമ്പോൾ കണ്ണ് നിറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ഇമോഷണലി കണക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങൾ ഒരുപാട് പണിയെടുത്ത് നല്ല കഷ്ടപ്പെട്ടുണ്ടാക്കിയ സിനിമയാണിത്. അപ്പം അതിനൊരു റിസൾട്ട് ഉണ്ടാവുന്ന കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ജെന്യുവൻലി ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇനി അത് തീർച്ചയായിട്ടും കാരണം എൻ്റെ പ്രായം ഉള്ള ഒരു കുട്ടിയെ തന്നെയാണ് ഞാൻ ഈ സിനിമയിൽ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിലേറ്റബിലിറ്റി ഫാക്ടർ ഒരുപാടുണ്ട്. പിന്നെ ഇപ്പം എൻ്റെ ഒരു ക്യാരക്ടറാണെങ്കിൽ പോലും ഈ സൊസൈറ്റിയിലെ ഒരു ഗ്രൂപ്പിനെയാണ് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. അതായത് ഇതേപോലെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളെ റെപ്രസെൻ്റ് ചെയ്താണ് എൻ്റെ ഒരു ക്യാരക്ടർ അതിനകത്ത് വന്നിരിക്കുന്നത്. പ്രേക്ഷകരോട് പറയേണ്ടത് നിങ്ങൾ തന്നെ പറയണം. സിനിമ എല്ലാവരും സിനിമ തിയേറ്ററിൽ വന്ന് കാണണം. ഇത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നല്ല ആവശ്യമുള്ള ഒരു മെസ്സേജാണ്. നമ്മുടെ യൂത്തിൽ, നമ്മുടെ ഫാമിലീസിൽ, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു വെരി ഇമ്പോർട്ടൻ്റ് ഒരു സബ്ജക്റ്റിനെയാണ് കവർ ചെയ്യുന്നത്. അതുകൊണ്ട് അത് നല്ല രീതിയിൽ ഒരു സിനിമ, നല്ല നറേറ്റീവിൽ ഒരു ഫാമിലി ഇമോഷൻസും എല്ലാ കമേഴ്ഷ്യൽ എലിമെൻസും ഉള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് ഈ സിനിമ, ഇതുപോലത്തെ നല്ല സിനിമകളെ നിങ്ങൾ എൻകറേജ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കണ്ട് ഇത് വിജയിപ്പിക്കണം. എൻ്റെ പേര് മഹാലക്ഷ്മി. എൻ്റെ ഫസ്റ്റ് മൂവിയാണ് UK. അപ്പോൾ നമ്മുടെ കേരളത്തിലെ യൂത്തുകൾക്ക് വേണ്ടിയിട്ടൊരു അടിപൊളി മെസ്സേജ് തരുന്നൊരു മൂവിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. നിങ്ങൾക്ക് എന്തായാലും തിയേറ്ററിൽ വന്ന് കാണുന്നതിന് നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. അങ്ങനൊരു കണ്ടന്റ് ഉള്ളൊരു മൂവിയാണ്. സോ എല്ലാവരും വന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും കാണേണ്ടത് നല്ലൊരു സിനിമ, നല്ലൊരു മെസ്സേജ് ഉണ്ട്. നല്ല സിനിമ, നല്ല മെസ്സേജ്. നാട്ടിലുണ്ട്. നല്ലൊരു ചിത്രം. ഇന്നത്തെ സമൂഹത്തിലുള്ള യുവാക്കൾക്ക് ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ, സമൂഹത്തിന് ഒരു മെസ്സേജ് എന്നുള്ള രീതിയിലുള്ള ഒരു ചിത്രം തന്നെയാണ് UK. അരുൺ വൈഗയുടെ സംവിധായക മികവ് തീർച്ചയായിട്ടും ഇതിൽ എടുത്തു പറയേണ്ടതാണ്. നല്ലൊരു കഥ,
നല്ലൊരു തിരക്കഥ, തീർച്ചയായിട്ടും എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം. നിങ്ങൾക്ക് പടം ഇഷ്ടമായോ? ഓക്കെ, നല്ലൊരു പടമായിട്ട് ഞങ്ങൾ വന്നേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഈ നിങ്ങളുടെ കയ്യിലാണ് സപ്പോർട്ട്. നമ്മുടെ ഇപ്പോൾ സമൂഹത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇപ്പം നമ്മൾ ഓരോരുത്തരുടെ, ഞങ്ങളുടെയൊക്കെ ഫാമിലി, ഞങ്ങൾ തന്നെ പേഴ്സണലി നേരിടുന്ന ഒരു പ്രശ്നമൊക്കെയാണ് ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ എന്താണ് നെക്സ്റ്റ് എന്നുള്ളൊരിത്. അപ്പം നിങ്ങളെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇനി അതാണ്. സ്പോയിലർ എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവാം. ചിലപ്പോൾ താല്പര്യമില്ലാതെ വിദേശത്തേക്ക് പോകാൻ ഫോഴ്സ് കാരണം പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയുള്ളൊരു ഫിലിമാണ്.